കുട്ടികളെ അവരുടെ പഠന കാര്യത്തിൽ പ്രാപ്തരാക്കാനായി എന്തൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. കുട്ടികളെ സ്വന്തമായി പഠിക്കാനായി പ്രാപ്തരാക്കുക, അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക. പഠന കാര്യത്തിൽ എന്താണ് കുട്ടികളുടെ ആവശ്യമെന്ന് ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് അപ്രകാരം പറഞ്ഞു കൊടുക്കുക. കുട്ടികളുടെ പഠനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. ഒരു ശാന്തമായ അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ തമ്മിൽ തർക്കിക്കാതെയും വഴക്കിടാതെയും ഇരിക്കുക. കുട്ടികൾ സ്കൂൾ വിട്ടു വന്നതിന് ശേഷം കുളി കഴിഞ്ഞ് ചെറുഭക്ഷണവും കൊടുത്ത് വിശ്രമവും കളിയും കഴിഞ്ഞതിന് ശേഷം അവർക്ക് പഠിക്കാനുള്ള സമയം കണ്ടെത്തുക. പഠനത്തിന് ഒരു ചിട്ട ഉണ്ടാക്കുക. ഇത്ര സമയത്തിന് വന്ന ഉടനെ, സ്കൂൾ വിട്ട് വന്ന ഉടനെ ഇത്ര സമയം ഭക്ഷണം കഴിച്ചു, അതിനുശേഷം കളിക്കുക, വിശ്രമിക്കുക, അതിനുശേഷം പഠിക്കുക. അങ്ങനെ ഒരു ചിട്ടയായ ഒരു കൃത്യമായ ഒരു സമയം നിർദ്ദേശിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. അത് പ്രകാരം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പരീക്ഷ അടുക്കുന്തോറും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് പഠിക്കാനുള്ള സമയം നിർദ്ദേശിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. എല്ലാ ദിവസവും പഠിക്കുന്നതിനോടൊപ്പം കുറച്ച് സമയം ഓരോ ദിവസവും വായിക്കാനും എഴുതാനും അതുപോലെ സ്പെല്ലിംഗ് ടെസ്റ്റ് അങ്ങനെ ഓരോ കാര്യങ്ങളായി നിങ്ങൾ ആലോചിച്ച് ഓരോ ദിവസം ഓരോ പ്രത്യേക കാര്യങ്ങൾ ചെയ്യുക. പഠനത്തിന് ശേഷം അല്പസമയം അതിനായി മാറ്റിവെക്കുക. വായിക്കാനും എഴുതാനുമായും അതുപോലെ കണക്കിലെ കളികൾ അങ്ങനെ പല നിങ്ങൾ മാതാപിതാക്കൾ ആലോചിച്ച് കണ്ടുപിടിക്കുക ഓരോ ദിവസം എന്തൊക്കെ കൊടുക്കാമെന്ന്. അത് കണ്ടുപിടിച്ച് കുട്ടികളെ കൊണ്ട് അല്പസമയം അതിനായി സമയം മാറ്റിവെച്ച് ചെയ്യിപ്പിക്കുക. പഠനം ഒരു രസകരമാക്കുക. കുട്ടികൾ പഠിക്കാൻ വിളിക്കുമ്പോൾ നല്ല രസത്തോടെ ഓടി വന്ന് പഠിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ കുട്ടികളെ ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുക. നമ്മൾ വലിയ ആളുകൾ എപ്പോഴും കഷ്ടപ്പെട്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പഠിച്ചത് കഷ്ടപ്പെട്ടാണ്, ഓരോ കാര്യങ്ങൾ ചെയ്തത് കഷ്ടപ്പെട്ടാണ് നമ്മൾ പറയും. അങ്ങനെ പറയാതെ കുട്ടികളെ ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ പഠനം രസകരമാക്കാനും ഇഷ്ടപ്പെട്ട് പഠിക്കാനുമായി കുട്ടികളെ നമുക്ക് പ്രാപ്തരാക്കാം. പഠനം രസകരമാക്കാനായി പാട്ടിലൂടെയും കഥകളിലൂടെയും പഠിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ അന്നന്ന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അന്നന്ന് പഠിപ്പിക്കാനും ടീച്ചേഴ്സ് കൊടുക്കുന്ന നോട്ട്സ്, നമ്മൾ ഓരോ ദിവസവും ഓരോ വിഷയത്തിനായിട്ട് ഓരോ നോട്ട്സ് കൊടുക്കുമല്ലോ ടീച്ചേഴ്സ്, അങ്ങനെ കൊടുക്കുന്ന നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുക. ചില കുട്ടികൾ പറയാറുണ്ട് അത് കംപ്ലീറ്റ് അല്ല നോട്ട്സ് എന്നൊക്കെ. അപ്പൊ അത് അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് എല്ലാ ദിവസവും മാതാപിതാക്കൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നോക്കുക നോട്ട്സ്, ഇന്നത്തെ നോട്ട്സ് കംപ്ലീറ്റ് ആണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ അന്നന്ന് പഠിപ്പിച്ച വിഷയങ്ങളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവർക്ക് ഒരുമിച്ച് എക്സാം വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അതിനായിട്ട് മാതാപിതാക്കൾ കൂടെ നിന്ന് ശ്രമിക്കുക.